السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل الصحابة الفائزين أما بعد. ബഹുമാനപ്പെട്ട വളരെ മഹത്വം നിറഞ്ഞ ഈ ജലാലിയാവുന്നതിന് നേതൃത്വം കൊടുത്ത സ്ത്രീയവരുകളെ, മറ്റു പണ്ഡിതന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, ജലാലിയ വഹിച്ച് പല നാടുകളിൽ നിന്ന് വന്ന മുഅ്മിനീങ്ങളെ, ജലാലിയത്തെ ഭാഗമായിട്ട് നടത്തപ്പെട്ട് ചെറിയൊരു ഉപദേശമാണ് അങ്ങനെയൊക്കെയുള്ളത്. അല്ലാഹു വളരെ ബഹുമാനിച്ച് ഒരു തിങ്കളായ മുഹറം തിങ്കൾ അല്ലാഹു അനുഗ്രഹിക്കുകയും അതിലൂടെ 1447 ഹിജറി വർഷം പിന്നെ ഞാൻ പറഞ്ഞു 1447 ഹിജറി വർഷത്തിൽ കടന്നൽ കൂടിയായ ഒരു ടൈമിലാണ് നമ്മൾ. സഹോദരങ്ങളെ, മുഹറം തിങ്കളിലുള്ളത് അല്ലാഹുവിന്റെ വലിയ മഹത്വമുള്ള തിങ്കളായിരിക്കും. ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ ശൈലിയിൽ അത് പ്രശംസിക്കപ്പെട്ടു. അത് ജീവിതത്തിലും അമലുകളിൽ ആ ബഹുമാനം കാണണം. അല്ലാഹു എല്ലാ തിങ്കളുകളെയും എല്ലാ നാളുകളെയും ഒരുപോലെ സൃഷ്ടിക്കാണ്ട് വ്യത്യസ്തങ്ങളാക്കിയവയെ ഞങ്ങളെ വിജയത്തിനുമാണ് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ തിങ്കളും എല്ലാ നാളും ഒരുപോലെ ആയെങ്കിൽ ആ നാളുകളിലെ മഹത്വത്തിൽ നിന്നിട്ട് വഞ്ചിതരായ ആവശ്യങ്ങളിൽ നഷ്ടം നൽകപ്പെട്ടാലാണ് വേറെ ഒന്നുമില്ല. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ അഫ്ളലു സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാലെങ്കിൽ പിന്നെ നോമ്പ് പിടിക്കുക ഏറ്റവും ശ്രേഷ്ഠമുള്ള നിങ്ങൾ അല്ലാഹുവിന്റെ നിങ്ങളായ മുഹറം ഉണ്ടായിരിക്കും. അല്ലാഹുവിന്റെ നിങ്ങളായ മുഹറം റമദാൻ കഴിഞ്ഞെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള നിങ്ങളാണ്. ഫിഖ്ഹ് കിതാബിലും നമുക്ക് വ്യക്തമായി ചില വിഷയമാണ്. റമദാൻ കഴിഞ്ഞെങ്കിൽ ഏറ്റവും മഹത്വമുള്ളത് മുഹറം. തിങ്കളുകളിലേക്ക് ആയിരിക്കും മുഹറമിന്റെ മഹത്വം. അതാണ് റമദാനിലെ നോമ്പ് കഴിഞ്ഞ് പിന്നത്തെ നോമ്പ് ചെയ്തിട്ട് അറഫ ഓരോരുത്തർ ആ ഉത്തരമായിട്ടുള്ളത്. തിങ്കളുകളുടെ വിഷയത്തിലുള്ള മഹത്വമുള്ളത് അത് പരിശുദ്ധമായ അറഫ തിങ്ങൾക്ക് ചെന്നിട്ടും ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ഹദീസ് വ്യാഖ്യാനിച്ചിട്ട് നമുക്ക് ചെന്ന വിഷയമായിരിക്കും. നോമ്പുകൊണ്ട് അത് ചൊന്നു. അതിനടുത്ത നോമ്പ് മാത്രമല്ല, അമലുകൾക്ക് പറ്റിയതായ നിങ്ങൾ റമദാൻ മുഹറമായിട്ട് റമദാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമിന്റെ ഈ ഹദീസിൽ പേര് വെച്ചിരമേ ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ തിങ്കളുണ്ടായിരിക്കും. ഈ ഹദീസിൽ തൊട്ടുകഴിഞ്ഞു. ഇത് വ്യാഖ്യാനിച്ചിട്ടും ബഹുമാനപ്പെട്ട ഇബ്നു റജബ് അൻഹു ഓരോരുത്തർ മഹാന്മാർ ഞങ്ങളുടെ ചെന്നുകൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തിങ്കളിൽ ചെന്നിട്ടു അവന്റെ നഫ്സിൽ ചേർത്തിട്ട് അല്ലാഹുവിന്റെ തിങ്കളുണ്ട് അങ്ങനെ ചേർക്കുന്നുണ്ടായെങ്കിൽ അത് എല്ലാത്തെയും അല്ലാഹു അങ്ങനെ ചൊല്ലില്ല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അല്ലാഹു ഇഷ്ടമുള്ളതും അല്ലാഹുവിന്റെ ഒരു വിശേഷപ്പെട്ട ആ വസ്തുക്കൾക്ക് മാത്രം ചേർത്തിട്ട് അല്ലെങ്കിൽ വിശേഷപ്പെട്ട ആൾമാർക്ക് ചേർത്തിട്ട് അല്ലാഹു എന്താക്കല് ചൊല്ലും.
ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം പോലത്തെ ചില വിശേഷപ്പെട്ട മഹാന്മാർ, പ്രവാചകന്മാർ, അങ്ങനെ അല്ലാഹു തആല അബ്ദുല്ലാഹ് പോലത്തെ അല്ലാഹുവിനെ ചേർത്തിട്ട് അല്ലാഹു തആല ചൊല്ലുന്നുണ്ടോ? കഅബയെ സംബന്ധിച്ച് അല്ലാഹു തആല ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ അവാർഡ് ചൊല്ലുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹു കൊടുത്ത വിശേഷപ്പെട്ട വണ്ടകളുണ്ട്. വണ്ട് അത് അള്ളാഹുടെ വണ്ടയാണ്. അപ്പൊ അതിനർത്ഥം അത് അള്ളാഹുക്ക് ചേർത്ത് ചൊല്ലുമ്പോഴേ അത് പ്രത്യേകമായ മഹത്വം അത് കൊണ്ട് ചൊല്ലായിരിക്കും. അപ്പൊ അള്ളാഹുടെ നിങ്ങളിൽ ചെന്നിട്ടു മഹത്വപ്പെടുത്തിയ ഈ പരിശുദ്ധ നിങ്ങള് ഹക്ക് പോലെ ബഹുമാനിക്കണമെന്നാവണോ? والصوم فيه مضاعف مسنون وثواب صائمه لوجه إلهه في الخلد عند ملكه مخزون. യുദ്ധം ഹറാമായ നിങ്ങൾ അത് ബറക്കത്തുള്ള നിങ്ങളാണ്, ബറക്കത്ത് നിറഞ്ഞ നിങ്ങളാണ്. അതിൽ നോമ്പ് പിടിക്കരുത്. വലിയ ഡബിൾ കൂലി കിട്ടുന്നതും ചൊമ്മ സുന്നത്തായിട്ട് വഴിമാറ്റിയതാണ്. അള്ളാഹുടെ വജഹ് ഉദ്ദേശിച്ചിട്ട് ഇങ്ങനത്തെ തിങ്കളിൽ നോമ്പ് പിടിക്കുന്നതിന്റെ പ്രതിഫലം ഫിൽ ഖുൽദി, ആഖിറത്തിൽ ശാശ്വതമായിട്ട് അള്ളാഹുടെ മുട്ട സൂക്ഷിക്കപ്പെട്ടെങ്കിൽ അമലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല നല്ല നിങ്ങൾ പറഞ്ഞു കൽബിയായിട്ട് അല്ലാഹുവുമായി അടുക്കുക നമ്മളെ കൊണ്ട് സാധ്യമാവണോ? പിന്നെ ഈ മുഹറം തിങ്കളിലെ ബഹുമാനിക്കിടയിലുള്ള ഇനൊരർത്ഥത്തിലെ ചെന്നേലായെങ്കിൽ വർഷത്തെ ആരംഭ തിങ്കളാണ് മുഹറം. അപ്പൊ വർഷത്തെ ആരംഭം ഏത് ആരംഭം നല്ല എങ്കിൽ പിന്നെയും നല്ല ഉണ്ടാണ്. അപ്പൊ വർഷത്തെ ആരംഭമേ നോമ്പുകളും അമലുകളെ കൊണ്ട് നല്ലാക്കുമ്പോ അത് അല്ലാഹുവിന്റെ ആ വർഷം ഇടി അടുത്തുള്ള കാരണമാണ്. അതേപോലെ ദുൽഹിജ്ജയുടെ ലാസ്റ്റ് തിങ്കളായ ഇസ്ലാമിക വർഷത്തെ ലാസ്റ്റ് തിങ്കളായ ദുൽഹിജ്ജ, അതിലെ തുടക്കത്തെ 10 തിങ്കളെ നോമ്പ് കൊണ്ട് അടുക്കുകയോ ഇബാദത്ത് കൊണ്ട് അടുക്കുകയോ നന്മകളെ കൊണ്ട് അടുക്കണോ ചെന്നിട്ട് വഴിമാടിയെങ്കിൽ ആ നാലങ്ങ അത് വർഷത്തെ ലാസ്റ്റാണ്. വർഷത്തെ ലാസ്റ്റ് ഹാത്തിമത്ത് ഏതെയും എൻഡിൽ നല്ല അമല് പറൽ വലിയ ഹൈറായിരിക്കട്. അതല്ലേ റമദാന്റെ ലാസ്റ്റ് 10 മാത്രമല്ല എണ്ടാകുമ്പോൾ മാത്രയാണ് വർഷത്തെ എണ്ടാമത് ബഹുമാനിച്ച അടുത്ത വർഷത്തെ ആരംഭമായ മുഹറമിന്റെ കൂടി ബഹുമാനിക്കുമ്പോ ഇടീ വർഷമേ എനിക്ക് ബറക്കത്ത് കിട്ടുക ഒരു കാരണമാണ്. മൻ സ്വാമ യൗമൻ മിനൽ മുഹറം, മുഹറമിന്റെ ഒരു നാൾ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാൾ കണക്കായിട്ട് 30 നാളിന്റെ പ്രതിഫലമുണ്ടോ? 30 നാൾ നോമ്പ് പിടിച്ചേക്ക് പ്രതിഫലമുണ്ടാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴിമാറ്റിയ വിഷയ. അതുകൊണ്ട് സഹോദരങ്ങളെ, മഴ കാണായത് കൊണ്ടിട്ട് നോമ്പ് വലിയ കുന്തേ ആവില്ല. നോമ്പ് പിടിച്ചുണ്ട് മഴകാല പോലത്തെ ചളിക ജയങ്ങളുണ്ടല്ലേ, നോമ്പ് യാതെ നമുക്ക് തൊന്തര കണ്ടില്ല, സ്വറാക്കുവാട് വച്ചൽ കണ്ടില്ല, വലിയ കഷ്ടമാവില്ല. വലിയ നിലക്ക് നമുക്ക് അള്ളാഹു കണ്ട ഒരു അനുഗ്രഹവുമാണ് ഇതുപോലത്തെ നാളുകൾ ക്ലൈമറ്റ് നമുക്ക് അനുകൂലമായിട്ടുള്ളത്. അതിന് ആ ഒരു പ്രയോജനം എടുക്കുന്നതിനെ കൊണ്ട് സാധ്യമാവണോ? പുതിയ വർഷത്തെ ആരംഭം വരുമ്പോ മുഅ്മിനീങ്ങളെ, ഹിജ്രി വർഷത്തെ ആരംഭം വരുമ്പോ ഇനിയും ഞങ്ങൾ ചിന്തിക്കുന്ന ചില വിഷയങ്ങളുണ്ടോ? ഞങ്ങളുടെ ജീവന എങ്ങനെ പോയോണ്ടായ ജീവിതത്തെ സംബന്ധിച്ചിട്ട് അവലോകനാക്കനായ ആയുസ് എങ്ങനെ പോയോണ്ടുണ്ടോ അവലോകനാക്കനായ ഒരു ടൈമുമാണ് ഇതുപോലത്തെ പുതിയ വർഷങ്ങളുടെ ആരംഭം. എന്നിട്ട് അടുത്ത വർഷങ്ങൾ ഹൈറാവുകയോ അല്ലാഹുവുമായി അടുക്കുകയോ ഇബാദത്തിൽ യാതൊട്ടുകയോ ആക്കള ഇബാദത്തിലെ ക്വാളിറ്റി ഖുശൂ കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും സുന്നത്തിലെ യാറാക്കൾ കൊണ്ട് ക്വാളിറ്റി കിട്ടുകയും ഇങ്ങനെ റബ്ബുമായി അടുക്കവുള്ളേ ഒരു അവലോകന കൂടി ആക്കണായ ടൈമാണ് പുതിയ വർഷം. قطلت شهور العام لهوا وغفلة
വലം തഹ്തരിൻ ഫീമാ അതൈതൽ മുഹറമാ. കഴിഞ്ഞ ഒരു വർഷത്തെ ആ ആയുസ്സിലെ ആ വർഷത്തിൽ മുന്നേ ഓരോ തിങ്കൾ ദുനിയാവിടെ പരവത്തിലും അശ്രദ്ധലും കളിയിലും വിനോദത്തിനായിട്ട് നീ കളിച്ചു കൂട്ടിയ നീ ഹറാമായ കാര്യം ആക്കുമ്പോ നീ തെല്ലേതൽ ബല വെച്ചിട്ടില്ല. فلا راجب ما فيت فيه بحقه ولا صمت شجر الصوم صوما طمما. റജബ് നിങ്ങൾ വന്ന് ഹക്ക് പോലെ നിങ്ങൾ സ്വീകരിക്കുകയില്ല. നോമ്പുടെ തിങ്കളായ റമദാൻ വന്നെങ്കും ആ നോമ്പ് എല്ലാം കൊണ്ടും അർഹിക്കുന്ന പ്രതിഫലം കിട്ടുന്ന നോമ്പുകൊണ്ട് നിന്റെ കൊണ്ട് ചൊല്ലുകാവില്ല. ولا في ليالي عشر ذي الحجة الذي ما كنت قواما ولا كنت محرما. ദുൽഹിജ്ജയിലെ ആ മഹത്വമേറിയ 10 നാൾ ബന്ധല്ലേ, അതിൽ നീ എത്ര നിസ്കരിച്ചിന എത്ര ബഹുമാനിച്ചാൽച്ചനാക്ക്. فهلاك أن تمحو الذنوب بعبرة وتبكي عليها حسرة ما تندما. പുതിയ വർഷം വരുമ്പോ ഓ മോനെ ഓ മുഅ്മിനേ, കഴിഞ്ഞ വർഷങ്ങളെ കഴിഞ്ഞ ഒരു ബന്ധങ്കത്തെ ഓരോ തിങ്കളുകളെയും നാളുകളെയും എത്രമാത്രം ബഹുമാനിച്ചാൽച്ചനാക്കിട്ട് കണ്ണിൽ നിന്നിട്ട് ധാരധാര തന്നി ഒഴുകുമാട്ടുക നിന്റെ കൊണ്ട് സാധ്യമാവണോ? നിന്റെ ജീവിതത്തിലായി നഷ്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ബോധം നിനക്കുണ്ടാവണോ? ആ ഖേദ നിനക്കുണ്ടാവണോ? നിന്റെ ജീവിത ചമ്മനീന് വേഷാക്കിക്കൊണ്ടുള്ള ആയുസ്സിലെ പല നല്ല കാര്യങ്ങളെയും ആക്കാണ്ട് നല്ല നല്ല നാളുകളെ ഹക്ക് പോലെ ബഹുമാനിക്കാണ്ട് കഴിഞ്ഞു പോയോണ്ടുള്ള അർച്ചന നീ ആക്കുകയും لعلك أن تمحو بها ما تقدم. പുതിയ വർഷത്തിൽ നീ അവലോകനാക്കിയിട്ട് തൗബാക്കിയിട്ട് നീ റബ്ബുരൊട്ടിಗೆ അടുത്തിട്ട് ദോഷങ്ങളെ മാപ്പ് ചോദിച്ചിട്ട് നല്ല ജീവനാക്കിടേ ചെന്നിട്ടോ നീ ഒരു തീരുമാനം എടുക്കേണ്ടായെങ്കിൽ നിന്റെ ജീവിതത്തിൽ വന്നു പോയ നഷ്ടങ്ങൾക്ക് ചിലപ്പോൾ പരിഹാരമായിരിക്കോ, നീ നല്ല വലിയ കാരണമായിട്ട് പോകുന്നുട്ടോ. ഇമാമീങ്ങ ഞങ്ങളൊട്ടിಗೆ ചിന്തനാക്ക് പടി മാട്ടുമ്പോ ഓ മീങ്ങളെ ആയുസ്സിന് വലിയ ബലമുണ്ടോ ചെന്നിട്ട് ഞങ്ങൾ ആൽച്ചനാക്കിക്കൊണ്ടില്ല. ജീവിതത്തെ ഒരു വർഷമെങ്കിൽ കഴിഞ്ഞു പോയിട്ട് 1446 ഹിജ്റകളിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു ബേജാറ് ടൈമും കൂടിയാണിത്. ആയുസ് അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ് ഒരു വർഷവും കൂടി കഴിഞ്ഞിട്ട് മരിപ്പ് ഒരു വർഷം മുട്ടായാതുകൊണ്ട് ആ ഒരു ധിയാനം നമുക്ക് വേണം. മുഅ്മിനീങ്ങളെ, ടൈമുടെ വില നമുക്ക് ഒന്നില്ല, നാളുടെ വില നിങ്ങൾക്ക് ഒന്നില്ല, വാരത്തെ വില നിങ്ങൾക്ക് ഒന്നില്ല. മിക ജീവനായിട്ട് ഞങ്ങളെ ജീവനെ പോയോണ്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ എത്ര ജാഗിൽ നിങ്ങൾക്ക് ടൈമിന്റെ മഹത്വം ചെന്നുകൊണ്ടുണ്ടോ? വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ. ജാവുടെ വിഷയത്തിലും പോൽമന്റെ വിഷയത്തിൽ ആൽച്ചനാക്ക് ചെന്നുകൊണ്ടുണ്ടോ? വസ്സുബ്ഹി ഇദാ അസ്ഫറ. സുബൈലെ ആൽച്ചനാക്ക് ചെന്നുകൊണ്ടുണ്ടോ? വല്ലൈലി വസ്സുബ്ഹി ഫലാ ഉഖ്സിമു ബിശ്ശഫഖി. അതുപോലെ വൽ ഫജ്രി വലയാലിൻ അശ്ർ വദ്ദുഹാ വല്ലൈലി ഇദാ സജാ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഒരു നാളുടെ ബാരബാരത്തെ ഇവിടെ സത്യം പിടിച്ചിട്ട് ഖുർആൻ ഞങ്ങൾ ചെന്നുകൊണ്ടുണ്ടോ? എങ്ങനെ കൊണ്ടുണ്ടെങ്കിൽ ബഹുമാനിക്ക് ചെന്നുകൊണ്ടുള്ള ആൽച്ചനാക്ക് ഖുർആൻ ചെന്നുകൊണ്ടുള്ള ശൈലി എങ്ങനെയാണ് കൊണ്ടുണ്ടാ? ജാവുടെ സത്യം പിടിച്ചിട്ട് ഖുർആൻ ചെന്നോ, അസർ ടൈമിടെ സത്യം പിടിച്ചിട്ട് ഖുർആൻ ചെന്നോ, ദുഹാ ടൈമിടെ സത്യം പിടിച്ചിട്ടുണ്ടോ? സത്യം പിടിക്കുമ്പോ കുന്തോടോ അതിൽ ചൊമ്മന ആൽച്ചനാക്കുണ്ടോ? ആ സത്യത്തിലെ നിങ്ങൾക്ക് അതിലെ ഗൗരവാർത്ഥാക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ അങ്ങനെ ചെന്നുകൊണ്ടുള്ളത്. പക്ഷേ എത്ര ജാവ നിങ്ങൾക്ക് കഴിഞ്ഞു പോയോണ്ടുണ്ടോ? എത്ര ദുഹാ സമയം നിങ്ങൾക്ക് കഴിഞ്ഞു പോയോണ്ടുണ്ടോ? എത്ര സുബഹിടെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയോണ്ടുണ്ടോ? അത്ര നിങ്ങൾ എത്രമാത്രം യൂസ് ആക്കണ ആൽച്ചനാക്കൊരു മുഅ്മിനീങ്ങളെ. ഖുർആനിൽ ഒരു സൂറത്തെ ഉണ്ട്, വൽ അസ്ർ. കാലത്തെ തന്നെയാണ് സത്യം, ടൈമിടെ തന്നെയാണ് സത്യം. ഖുർആൻ സത്യമായിട്ട് ചെന്നുകൊണ്ടുണ്ടോ? അതിലൊക്കെ കാലത്തിന് സമ്മതപോലെ ചിന്തിക്കൊണ്ട് കാരണം സന്തോഷവും ദുഃഖവും
ഒക്കെ വേണ്ട കാലത്തിലാണ്, ആരോഗ്യവും രോഗവും വേണ്ട കാലത്തിലാണ്, ഐശ്വര്യവും ദാരിദ്ര്യവും വേണ്ട കാലത്തിലാണ്. ഇങ്ങനെ ആയുസ് കൊണ്ടത് ഒരു വസ്തു കൊണ്ടും അതിക്ക് ബല കൊടുക്കുക സാധ്യയില്ല, നഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചെടുക്കുക സാധ്യയില്ലാതെ വിലമധികരിച്ച മുത്തായത് കൊണ്ടാണ് കാലത്തെ സത്തയിട്ട് പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ചെന്നോണ്ടുള്ളേ ചെന്നു. ഇമാമുൽ റാസി റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോ, ഓ പുതിയ വർഷവരമ്പെങ്കിലും ഞങ്ങൾ ആയുസ്സിനെ സംബന്ധിച്ച് ആൽച്ചനാകിട്ട് നല്ല തഖ്വയുള്ള ഇഖ്ലാസുള്ള ഖുശൂഉള്ള ജീവനത്തിൽ കാൽനൈക്കടെ പോലൊരു ചിന്തന വന്നില്ലെങ്കിൽ നാളെ റബ്ബുടെ മുട്ടയത്തിലെ ടൈമുള്ളൂ. അല്ലാഹു ഞങ്ങളുടെ കേൾക്കുക ഒരു ചോദ്യമുണ്ടോ, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഓ മനുഷ്യ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നിങ്ങൾ കുറെ വർഷക്കാല നാൾ തന്നിട്ടിന്ന് ആ തന്നെ ടൈമിൽ ചിന്തിക്കണായ ചിന്തിക്കൊടുത്ത് അത്ര ടൈമിടിക്കണാണ് തന്നിട്ടിന്ന്. പക്ഷേ ഈ ആയുസ്സിന് എന്തിനു വേണ്ടി ചെലവാക്കിയാ ചെന്നിട്ടു അല്ലാഹു കേൾക്കുന്ന ഒരു കാലമുണ്ട്. മിനിങ്ങള് കാലെടുത്തിട്ടുണ്ടായെങ്കിൽ അള്ളാഹുട്ടിಗೆ നാല് ചോദ്യത്തിന് ആൻസർ ആക്കണം. ഒന്നാമത്തേത് ആയുസ് എന്തിനു ചെലവാക്കിയാണ്. ആയതുകൊണ്ട് മുഅ്മിനേ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുണ്ടോ, ഹയാതക ഖബല മൗതിക, മരിപ്പവന്റെ മുന്നേ ജീവനത്തെ നീ ഒന്ന് പ്രയോജനം എടുക്ക്, ആയുസ്സിനെ നീ ഉപകാരം എടുക്ക്. വിളിച്ചപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, കുല്ലു നഫസിൻ മിൻ അംഫാസിക ജൗഹറുൻ ലാ ഖീമത ലഹു. കാലം മാത്രമല്ല, വർഷം മാത്രമല്ല, നീ എടുക്കുന്ന ഓരോ ശ്വാസത്തെ ടൈമും കൂടെ അത് മുത്തുരത്നങ്ങളാണ്. അതിക്ക് നിനക്ക് വില കൊടുക്കുക സാധ്യമില്ല. അത് നിന്റെ ജീവിതത്തിലുള്ള നിന്റെ ആഖിറ വിജയത്തിലുള്ള അസ്ലുമാനാണ്, മൂലധനമാണ്. അതിൽ നീ ഫലമെടുക്കുന്നുണ്ട്. കേട്ട ബലമുള്ളെങ്കിട്ട് വലിയ ബലമുള്ളെങ്കിട്ട് ആയുസ്സിന് ഒരു ടൈം പോലും നിങ്ങൾ വേസ്റ്റാക്കി കളയണ്ട. അള്ളാഹുടെ നാത്തിനെ ഓർത്തിട്ടു അള്ളാഹുമായി ബന്ധപ്പെട്ട ചിന്തനല്ലാണ്ട് ആഖിറത്തെ ചിന്തനല്ലാണ്ട് ഒരു നിമിഷത്തെയും നിങ്ങൾ കളഞ്ഞു പോകണ്ടാണ്ട് ജലാലിയാറാത്തീവും നിങ്ങൾക്ക് പടിപാടിക്കൊണ്ടിരിക്കുമ്പോ മുത്തു മുഅ്മിനീങ്ങളെ നാം ഇപ്പാടിക്കൊണ്ടുള്ള പണ്ടത്തെ ഈമാനികൾ ടൈമും എത്രമാത്രം മഹത്വപ്പെടുത്താറുണ്ട് കൊണ്ടുണ്ട. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ട സ്വഹാബിയും സ്വഹാബികളെ കൊടുത്ത് വലിയ ആലിമായിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു നാൾ വലിയ ബേജാറാണ്, വലിയ ടെൻഷനാണ്. എന്തിനു വേണ്ടി കൊണ്ടുണ്ടാ ബാക്കിയുള്ള സ്വഹാബിയെ കേൾക്കുമ്പോൾ ചൊല്ലേ, നഖസ ഫീ അജലി വലം യസിദ് ഫീഹി അമലി. നന്റെ ആയുസ്സിലെ ഒരു നാൾ നക്കിണ്ട് കഴിഞ്ഞു പോയിട്ട്, പക്ഷേ എനിക്ക് അമൽ യാറാക്കുകയായിട്ടില്ല. സാമാന്യ അമലല്ലാണ്ട് എനിക്ക് എക്സ്ട്രാ അമലാക്കുകയായിട്ടില്ല. ആ ബേജാറിലാണ് നാളുള്ളേ. ഒരു നാല് എക്സ്ട്രാ അമലാക്കാത്തതിന് വേണ്ടിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെട്ടിട്ടുണ്ടായെങ്കിൽ ഇമാമിങ്ങൾ ചൊല്ലാറ്, മൻ അംദാ യൗമഹു ഫീ ഗൈരി ഹഖ്ഖിൻ ഖദാഹു ഔ ഫർദിൻ അദാഹു. ഒരു മനുഷ്യരെ ഒരു നാല് സുന്നത്തുകളും ഫർദുകളും നന്മകളും ഹംദുകളും ഖൈറുകളും ഇൽമുകളും ഇതല്ലാണ്ട് വീട്ട് ഒരു മനുഷ്യ ഉത്തര ആയുസ്സിനെ കഴിഞ്ഞു പോയാണ്ടായെങ്കിൽ വെറും ദുനിയാവും വെറും പൈസ വെറും ബിസിനസ് വെറും തോട്ട വെറും മക്ക ഇങ്ങനെ ഇതര പരവത്തിലെ പോയിട്ട് ഒരു നാൾ ആയുസ്സിന് ഏതെങ്കിലും ഒരു നാൾ ഇങ്ങനെ പോയിട്ടുണ്ടായെങ്കിൽ അവന്റെ സംബന്ധിച്ച് ഈമാനിക ചൊല്ലേ
ആ മനുഷ്യരെ വിഷയം അവൻ തടിയെ ആക്രമിച്ചായിരിക്കട്, തടിയെ ആക്രമിച്ചാണ്ടാണ് അവന്റെ പേര്. ഇഷ്ടപ്പെട്ട ഭൂമിയിലെ നാലുകളിൽ നിന്നിട്ട് ഒരു നാലും ഞങ്ങളെ തടിയെ ആക്രമിക്കുന്ന നാലാവുക അഥവാ ഞങ്ങൾ ആസ്ര വിജയത്തിക്ക് അമലില്ലാത്തൊരു നാളെ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോകുതീറ. ബഹുമാനപ്പെട്ട ഹമ്മാദ് റളിയല്ലാഹു അൻഹു വലിയ മുഹദ്ദിസാണ്. ഹിജ്റ 167 വഫാത്തായ മഹാനാണ്. അയാളെ സംബന്ധിച്ചിട്ട് ചൊല്ലെ മഹാന്മാർ ചൊല്ലെ മാറൈതു ഹമ്മാദ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചിരിച്ചിട്ടിക്കല. അയാളെ നിങ്ങൾ പോയി നോക്കിയെങ്കിൽ ഒന്നോ ഹദീസ് ഓതിക്കൊണ്ടിക്കോ, അല്ലെങ്കിൽ ക്ലാസ് എടുത്തോണ്ടിക്കോ, അല്ലെങ്കിൽ തസ്ബീഹ് ചൊന്നോണ്ടിക്കോ, അല്ലെങ്കിൽ നിസ്കരിച്ചോണ്ടിക്കോ. ഇതല്ലാത്തൊരു വിഷയത്തിൽ അയാളെ നിങ്ങൾ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഖലീൽ റളിയല്ലാഹു അൻഹു 1200 വർഷം മുന്നിൽ ജീവിച്ച മഹാനാണ്. നല്ല ടൈമുകൾ പൈക്കി ഏറ്റവും ഭിന്നമുള്ള ടൈം ഏതെന്ന് കൊണ്ടാ നന്റെ ടൈമുകളെ വയ്ക്കുന്നക്ക് ഏറ്റവും ഭിന്നമുള്ള ഒരു വേസ്റ്റ് പോലെ കായുള്ള ടൈം ഏത് കൊണ്ടാ ഞാൻ തിന്നുക വേണ്ടി യൂസ് ആക്കുന്ന ടൈമോ അപ്പൊ എന്തും സാമാന്യമായി ജാമലാക്കുകാവില്ലല്ലേ, അതിനൊക്കെ ഒരു ദിന്നായി വന്നുകൊണ്ടുണ്ട്. അതിനർത്ഥം ബാക്കി ടൈം ഫുൾ ഒഴിവാദത്ത്, ബാക്കി ടൈം ഫുൾ ഒഴിവാദത്ത്. പിരിച്ചപ്പെട്ട മിനിങ്ങളെ ആയതുകൊണ്ട് നാം ചെന്നോമെന്ന വിഷയമാണ്. നമ്മൾ ടൈം ഇടുന്ന നല്ലതുപോലെ ഉപയോഗിക്കണോ. ബഹുമാനപ്പെട്ട ഉബൈദ് ഇബ്നു യായിഷുടെ വലിയ പണ്ഡിതനാണ്. ആ മഹാന്റെ സംബന്ധിച്ചിട്ട് ഇമാനിങ്ങ ചൊല്ലെ 30 വർഷം മഹാൻ കൈകൊണ്ട് തിന്നിട്ടില്ല. എത്ര 30 വർഷം ആ മഹാൻ കൈകൊണ്ട് തിന്നിട്ടില്ല. നമ്പുവാറാ നമ്പോണി അപ്പൊ തിന്നാണ്ട് എങ്ങനെ ജീവിച്ചിട്ട് അയാളുടെ കയ്യിലെ തിന്നിട്ടില്ല. പിന്നമാ അയാളുടെ സഹോദരി 30 വർഷക്കാലം ഇയാളുടെ ഭായിക ആഹാരം കൊടുക്കടോ. എന്തിಗೆ ആ തിന്നുന്ന ടൈമിലും കൂടി കിതാബ് ഓതുന്നത് നഷ്ടപ്പെടുക വേണ്ട. ഹദീസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആ എഴുത്തുകൾ തടസ്സമാവുകയാകുന്നിട്ടു. സഹോദരി വന്നിട്ട് ഭായിക ആഹാരം ഇട്ട് കൊടുത്തു തിന്നേണ്ടായെങ്കിൽ അത്രയും ടൈമുകൾ പണ്ടത്തെ മഹാന്മാർ വില കൊടുത്തു തിന്നേണ്ടായെങ്കിൽ മുഅ്മിനേ ഞാൻ ഇപ്പാടി കൊണ്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തന്നെ ആരോഗ്യവും, അല്ലാഹു തന്നെ മൈൻഡും, അല്ലാഹു തന്നെ ശക്തിയും, അല്ലാഹു അധികാരവും എല്ലാം തന്ന ടൈമുടെ നല്ലതുപോലെ ചെലവഴിച്ചെങ്കിൽ അല്ലാഹു നമുക്ക് തന്റെ ഇനിയൊരു പ്രതിഫലം ഉണ്ടോ? മോനെ വയസ്സാവുമ്പോ എനിക്ക് പള്ളിക പറയാവുന്നില്ല. മാളെ ഇസ്മാലിയാക നിരന്തര പള്ളി വന്നുകൊണ്ട് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇപ്പൊ നടക്കുവാനില്ലാത്ത സാഹചര്യം ഉണ്ട്, അല്ലാഹു നടക്കുള്ള സാഹചര്യം കൊടുക്കട്ടെ. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോ, കിടത്തത്തിലാവുമ്പോ, കാൽനമ്പലാവുമ്പോ മോനെ എനിക്ക് കറക്റ്റ് ഇബാദത്ത് എടുക്കുകയാവല. പക്ഷേ നീ ആ ഒരു നമ്പരത്തെ കാരണത്തിൽ അല്ലെങ്കിൽ നിന്റെ ആ വാർദ്ധക്യത്തെ കാരണത്തിൽ മാത്രല്ലേ എനിക്ക് ഇബാദത്ത് എടുക്കാവാത്തത്. നീ 10 വർഷം 20 വർഷം ഔട്ടിൽ കിടന്ന് വാക്കായെങ്കും അല്ലാഹു സലാമത്താക്കട്ടെ. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നെങ്കും നിക്ക് അല്ലാഹു ആ 20 വർഷത്തും നിക്ക് കൂലി തന്റെ ഇബാദത്തെടുത്ത കൂലി. ഹദീസ് റസൂലുള്ളാഹി ചെന്ന വിഷയമായിരിക്കുന്നത് ആയുസ്സിൽ നല്ലതുപോലെ ചെലവാക്കിയ മനുഷ്യ ഒരിക്കൽ അവന്റെ ജീവിതത്തിൽ ഇബാദത്തിന് തടസ്സം വന്നിട്ടുണ്ടായെങ്കിൽ, അവന്റെ തടി സമ്മതിക്കാത്തൊരു സാഹചര്യം വന്നെങ്കിൽ ആ ടൈം മുഴുവൻ ഇബാദത്ത് കൂലി അല്ലാഹു തന്നത് 100 10 വർഷമായി 20 വർഷം 30 വർഷമായിരിക്കും അല്ലാഹു കൂലി തന്റെ. അതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആയതുകൊണ്ട് എന്താകുമ്പോൾ ഇപ്പാടെ ഇന്നൽ മുഅ്മിന ഇദാ അബ്സറൽ ആഖിബത അമിനൻ നദാമ. മനുഷ്യ എന്താകുമ്പോൾ ഇതിന് എന്തിനായി എവിടെ കെട്ടുക ഈ സ്വറാക്കിട്ട് നമുക്ക് ഇതിൽ എത്ര ഉപകാരം കിട്ടും, എത്ര ഉപദ്രാവും. എൻ്റെ ദുനിയാവിൽ എത്ര ഫലം കിട്ടും, ആഖിറത്തിക്ക് എത്ര നിഷ്ഫലമായിരിക്കും. ഇങ്ങനെ എന്ത് സ്വറാക്കുമ്പോൾ ഇതിനൊക്കെ എൻ്റെ ആഖിറത്തിക്ക് തടസ്സപ്പെടാതിട്ടുള്ള ഏത് വിഷയത്തിലും എൻ്റെ ഞങ്ങൾ ആത്മീയത ചിന്തിച്ചിട്ട് സ്വറാക്കിങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഖേദയില്ല, ഞങ്ങൾ ഖേദിക്കുകയില്ല. ഒട്ടനാശി ഇങ്ങനെ ജീവിങ്ങനെ പോലെ എല്ലാവരും പോലെ നാം ജീവിക്കുന്ന ജീവനുള്ളവനും ഇല്ലാത്തവനും ഇങ്ങനെ ജീവിക്കണം. അങ്ങനെമേ എൻ്റെ ജീവൻ, എൻ്റെ പലക്കം അങ്ങനെ, എൻ്റെ സ്വറമേ അങ്ങനെ ഉണ്ടായെങ്കിൽ ഖേദങ്ങൾ ഖേദിക്കേണ്ടി ഒരു വയസ്സാകുമ്പോൾ. ആയതുകൊണ്ടിട്ടു ഞങ്ങൾ എന്ത് സ്വറാക്കുമ്പോൾ നെക്സ്റ്റ് ഞങ്ങൾക്ക് ഇതിൽ